ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 300-ലധികം ഇന്ത്യക്കാരുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള മറുപടി ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അവർ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്നലെ ആ വെള്ളം, അതായത് ആ മലകൾ ഇടിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്രയും ഭീതിയുള്ള ദൃശ്യങ്ങളായിരുന്നു. ആളുകൾ ജീവനം കൊണ്ട് ഓടുന്നത് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടിരുന്നു. ആ ജീവനം കൊണ്ട് ഓടുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്കാണ്, അവരുടെ മേത്തേക്കാണ് ഇത്രയധികം മഴവെള്ളവും അതോടൊപ്പം തന്നെ ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും എല്ലാം വന്ന് വീണതുകൊണ്ട് ഇവരൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാരിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എന്ന് കൂടി ഇവരുടെ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എത്രയും വേഗം ആളുകളെ വിവിധ ഇടങ്ങളിൽ നിന്ന്, അതുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. കാരണം എത്രയും വേഗം, കാരണം അവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ കാത്താണ് ചില ആളുകൾ ഈ ക്യാമ്പിന് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ കാണാനുണ്ട്. ചില ആളുകളോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അവരാരും മൈക്കിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നില്ല. കാരണം അവരവരുടെ ബന്ധുക്കളെ നോക്കി, ഉറ്റവരെ നോക്കി ഈ ആർമിയുടെ ക്യാമ്പിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ഓരോ ഹെലികോപ്റ്റർ വരുമ്പോഴും ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്കാണ് അവർ നോക്കുന്നത്. അവരുടെ ആരെങ്കിലും ആണോ ആ ഹെലികോപ്റ്ററിൽ ഉള്ളത് എന്നുള്ളൊരു ദയനീയ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. നിരവധി ഹെലികോപ്റ്ററുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. 5 മിനിറ്റ് ഇടവിട്ട് ആർമിയുടെ ഹെലികോപ്റ്ററുകൾ ഈ നവാൻകോട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട്. ആർമിയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വിവിധ സേനകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സേനകളുടെ എല്ലാം നേതൃത്വത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളുണ്ട്. അവരുൾപ്പെടെ ഇവിടെ നിന്ന് സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടതുണ്ട്. ഈ പ്രദേശം, അതായത് ഈ നവാൻകോട്ട് എന്ന് പറയുന്ന പ്രദേശം, ഇവിടെയും ഫ്ലഡ്, ഈ പ്രളയം ബാധിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. നവാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും സർക്കാർ ഉള്ളത്. അതുകൊണ്ട് സുരക്ഷിതമായി വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം മുഴുവൻ ആളുകളെയും എത്തിക്കുക എന്നുള്ളതാണ്, സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ബോട്ടോകോഷി നദിയിൽ ഉണ്ടായ ഒരു പ്രളയമാണ്. ബോട്ടോകോഷി നദിയിലെ വെള്ളം ആ നദി കരകവിഞ്ഞൊഴുകുകയും നദിയുടെ ഇരുവശങ്ങളും തകർന്നു പോയതോടുകൂടിയാണ് ഇത്തരം ഒരു പ്രളയം നേപ്പാളിൽ ഉണ്ടാവുകയും ചെയ്തത്. റസുവ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. റസുവ ജില്ല ഇവിടെ നിന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട് റസുവ ജില്ലയിലേക്ക്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ നിലവിൽ ഒരു മാർഗവുമില്ല. ആർമിയുടെ സഹായത്തോടു കൂടിയല്ലാതെ, അവരുടെ ഹെലികോപ്റ്ററിലല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായി സാധിക്കില്ല. പകരം റോഡ് മാർഗം അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരു സാഹചര്യവും ഇല്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതല്ലാതെ പുറത്തുനിന്ന് ആർക്കും റോഡ് മാർഗം അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നിലവിൽ സാധിക്കില്ല. ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ ഉറ്റവരെ കാത്ത് ഇവിടെ ഇരിക്കുകയാണ്. ചില ആളുകളെ നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ പല ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ പ്രദേശത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് അവരിപ്പോൾ എവിടെയാണ് എന്നൊരു ആശങ്കയിലാണ് ഇവിടെയുള്ള ആളുകൾ മുഴുവനും ഉള്ളത്. ആർമി ഏതായാലും മുഴുവൻ സമയവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആളുകളെ തെരച്ചിൽ നടത്തുന്നുണ്ട്. രക്ഷപ്പെട്ട് ലഭിക്കുന്ന ആളുകൾ, അതായത് ജീവനോടെ ലഭിക്കുന്ന ആളുകളെ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏകദേശം 200-ലധികം മരണങ്ങൾ ഉണ്ടായതായിട്ട് സർക്കാർ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇനിയും കൂടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മൾ രാവിലെ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയിൽ പോയിരുന്നു. ഇന്ത്യൻ എംബസിയിൽ പോയപ്പോൾ ഇന്നലെ രാത്രി അവിടെ ചില തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ അവരെ എത്തിയിരുന്നു. അവരെ സുരക്ഷിതമായിട്ട് തന്നെ അവരെ ബന്ധുക്കളുമായി സംസാരിക്കാനും അവരെ തിരികെ അയക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അവരെവിടെയാണ് കൃത്യമായിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് ഒരു കൃത്യതയില്ലാത്തത്. കാരണം വിനോദസഞ്ചാരത്തിന് മറ്റുമെന്ന ആളുകളാണ്, അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ടെലിഫോൺ അല്ലെങ്കിൽ ഫോണുമായി അവരെ ബന്ധപ്പെടാൻ സാധിക്കില്ല. ടെലിഫോൺ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു. വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങളിലൂടെ ബന്ധപ്പെടാൻ സാധിക്കില്ല. നേരിട്ട് ചെന്ന് ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തി അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. ആ മാർഗമാണ് ഇപ്പോൾ ആർമി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സഹായം ഉൾപ്പെടെ ഇതിനുണ്ട്. ഇന്ത്യയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ജീന.